30 MP-മാരുടെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ പ്രധാനമന്ത്രിയെ ഫിക്സ് ചെയ്തപ്പാ അത് നമ്മൾ ഏറ്റുന്നേ. പിന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ ഈ പരിപാടി തന്നെ ചെയ്യുന്നത്. എത്ര മന്ത്രിസഭകൾ ഉണ്ടാക്കി, എത്ര MP-മാരെ കണ്ടെത്തി, എത്ര MLA-മാരെ കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മളെ പരിപാടികളാന്ന്. എത്ര പേരെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്ക്. റേറ്റിന്റെ കാര്യം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളേ, അതുകൊണ്ട് ഇത്തിരി പിടിവുണ്ട്. അതങ്ങനെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴല്ലേ അവർക്കും വല്ലതും കിട്ടത്തുള്ളൂ. അഡ്വാൻസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിൽ അഡ്വാൻസ് തന്നേ പറ്റത്തില്ല. കാരണം ഈ മറുകണ്ടം ചാടുന്നവരെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ അഡ്വാൻസ് കൊണ്ട് തന്നെ മാത്രമേ പറ്റത്തുള്ളൂ. അത് ബ്ലാക്ക് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ തന്നെ എന്റെ മാനേജറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ തന്നെ നമ്മൾ പരിപാടി ഓപ്പറേഷൻ ആരംഭിക്കുക. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ, മേ ഐ കം ഇൻ? പോയ കാര്യം എന്തുവായി? എന്റെ പൊന്ന് സാറെ, ഒന്നും പറയണ്ട. ഇവന്മാരുടെ അടുത്ത് പല പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങുക. പിന്നെ ഒരു പരുവത്തി ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവന്മാര് അമ്പിനും ബില്ലിനും അടുക്കുന്നില്ലെന്ന്. ഞാൻ ഒരു പോക്ക് കൂടെ പോവേണ്ടി വരും. എന്തിന്? ഞാൻ കുറെ പേർക്ക് ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. അയ്യോളെ, നമുക്കൊരു ഉഗ്രം കോള് വന്നിട്ടുണ്ട്. കാര്യങ്ങളൊന്ന് ഉണർന്നൊന്ന് പ്രവർത്തിക്കണം. കാര്യമൊക്കെ കൊള്ളാം. കമ്മീഷൻ വാങ്ങുമ്പോ GST ചേർത്ത് വാങ്ങിച്ചോണം. എന്തിന്? കണക്ക് ബോധിപ്പിക്കണ്ടേ? ആരെ? കൈമളെ, നമുക്കൊരു 30 MP-മാരെ വേണം. ഇവരുടെ പ്രധാനമന്ത്രി ഉടുപ്പ് തയ്പ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം, അവർക്ക് 13 ആഴ്ചയ്ക്കുള്ളിൽ ഒപ്പിച്ചു കൊടുക്കണം. അല്ലോ നടക്കൂ? 13 ആഴ്ച ഈ കൈമണ്ണ് 13 മിനിറ്റ് കൊണ്ട് കൈമണ്ണ് റെഡിയാക്കും. കൈമളെ, സാറേ, ഞാനിട്ട ചൂണ്ട വേസ്റ്റ് ആവത്തില്ല. കൈമളെ, നിങ്ങൾ ഇപ്പോഴാ ശരിക്കും മാനേജരായത്. കൈമളെ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. നമസ്കാരം. നമസ്കാരം മോഹൻജി, ശോഭൻജി. നമ്മൾ പറഞ്ഞ കാര്യം എന്തായി? പിള്ളേർ വിളിച്ചില്ലായിരുന്നോ? വിളിച്ചു മോഹൻജി. നമ്മളൊരു കാര്യമായിട്ടാ ഏറ്റതാ അല്ലേ ശോഭൻജി? ഇലക്ഷനിൽ വെള്ളം പോലെ പൈസ എന്നിട്ട് തോറ്റില്ലേ 10-30? അതിനല്ലേ സോമൻജി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അട്ടെ ഭായി, ഒരു MP-ക്ക് ഇപ്പൊ മാർക്കറ്റിൽ എന്തോ വില വരും? ഇലക്ഷനൊക്കെ കഴിഞ്ഞ സമയം എല്ലാ പാർട്ടിക്കാരും അവരവരുടെ സർക്കാർ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. എങ്ങനെ പോയാലും ഒരു 5 കുറയത്തില്ല. അല്ല ഭായി, 1-2 ഒക്കെ കിട്ടുമെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. 1 2 ഒക്കെ കിട്ടും. പക്ഷെ ഇവന്മാർ എത്ര മണിക്കൂർ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. പിന്നെ GST-യും കമ്മീഷനും കൊണ്ട് ഓർത്തോണേ. മോഹൻജി, നമുക്ക് നേരിട്ട് അങ്ങനെ പറ്റാതെ കലക്കി. കഴിഞ്ഞ പ്രാവശ്യം റിസോർട്ട് മുഴുവൻ ഇവന്മാർ തിന്തു കൊടുത്തതും കൊഞ്ചു പൊരിച്ചതിന്റെ മുഴുവൻ കാശ് കൊടുത്തു തീർക്കാൻ ഞാൻ റിസർവ് ബാങ്കിൽ നിന്ന് വരെ പൈസ എടുക്കേണ്ടത് അറിയാമോ? ഇപ്രാവശ്യം ഇവന്മാരെ ഏൽപ്പിക്കാം. അത് മതിയല്ലേ? അല്ല ഭായി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ ഇത്രയും കാശ് തന്നാല് ഇവന്മാര് ഞങ്ങളോട് നിൽക്കുമെന്ന് എന്തായാലും ഉറപ്പോ? സോമൻജി, ഒരു പ്രാവശ്യം ഇവന്മാര് നിങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാല് അല്ല കോർപ്പറേഷന്റെ ചെയർമാനോ അല്ലെ പ്രസിഡന്റോ എന്തുവരും ആഗ്രഹിക്കണം. എന്തെങ്കിലും കിട്ടുന്ന വകുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാരെങ്ങും പോകത്തില്ല. 5 വർഷവും നിങ്ങളുടെ വിനീതദാസന്മാരായി കൂടെ നിൽക്കും. ഇതെന്റെ ഗ്യാരണ്ടി. കമ്മീഷനും GST-യും കൂടെ ഒക്കെ ആകുമ്പോ 6 കോടി രൂപ പുറത്താവും. 6 × 30 3 മില്യൺ രൂപ. ഇത്ര കഷ്ടമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നടക്കൂ. ആലോചിക്കേണ്ടതുണ്ട്. കമ്മിങ് സാർ, കേറി വാ കൈമളെ. ഇതെന്നെ പറ്റി? കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു MLA കൊടുത്തില്ലേ, അതിന്റെ GST ഇപ്പോഴാ കിട്ടിയേ. ഇതെന്റെ മാനേജര കേട്ടോ. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പുള്ളിക്കാരനാ. സാറ് സാറ് പറഞ്ഞ് 30 MP-മാരെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്.
കൈമളെ നിങ്ങൾ തകർത്തു. നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആരാ പ്രധാനമന്ത്രി എന്ന് തീരുമാനിച്ചു, സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതിയും തീരുമാനിച്ചു. മോഹൻജി, സോമൻജി, ആർക്കും കാശ് കൊടുക്കണ്ട, എല്ലാം തീരുമാനമായി. ഇനിമാർക്ക് പൈസ കൊടുക്കണ്ട, പിള്ളേർ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ജി, നിങ്ങൾക്കല്ലായിരുന്നു നമ്മുടെ യൂത്തന്മാരെ എത്ര പുച്ഛം. എന്നാലും പണി കഴിച്ചത് കണ്ടോ? മോനെ, എങ്ങനെ ഒപ്പിച്ചടാ നീ? എത്ര കോടി രൂപയാണ് ഈ പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കി തന്നെ? ഞാനല്ല മോഹൻജി, ഈ നിൽക്കുന്ന നാറിയാണ്. എങ്ങനെ കൊണ്ടുപോയി സോമൻജി, കൊണ്ടുപോയി. നമ്മുടെ 30 എംപിമാരെ ഇവൻ മറണ്ട ഞാനിച്ചു. സാറ് പറഞ്ഞ് 30 എംപിമാരെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. കൈമളെ സോമാ, അപ്പൊ ഈ അന്യായ കാശിന് നമ്മുടെ തന്നെ എംപിമാരെ നമുക്ക് വിൽക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് വേറെ. മോദി ഇമാരെ വെറുതെ സോമാ, കഴിഞ്ഞോളാ നമ്മളെ രാഷ്ട്രീയ മുതലാളി ഒന്നും കൊണ്ട് പേടിക്കണ്ട, 30 പേർക്ക് ഫോട്ടോ ഇട്ടിട്ട് വന്നിരിക്കുക. no.